ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ളോഗ്. ഇപ്പോൾ കുറേ ആയി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അറിയാം. വേറെ നല്ല എക്സാമും പരിപാടിയൊക്കെ ചെയ്യുന്നു. ആകെ അതിൻ്റെ തിരക്കിലായിരുന്നു. ഒരു വ്ളോഗ് എടുക്കാനുള്ള ടൈം നിൽക്കില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ തിരക്കിൽ ഓടണം കൊണ്ട് വ്ളോഗ് എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ എക്സാമൊക്കെ ഏകദേശം കഴിഞ്ഞ അവസ്ഥയിലാണ്. ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട്. ചിലവർക്ക് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ നമ്മൾ വീണ്ടും വ്ളോഗും കാര്യങ്ങളും സ്റ്റാർട്ടാക്കുകയാണ്. ഇനി ഡെയിലി വ്ളോഗ് ഇറക്കാൻ ശ്രമിക്കാം ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു മൂഡിൽ ചിക്കൻ കറിയും എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ചിക്കൻ കറി ഇതാ വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫ് അടുക്കളയിൽ വൻ കുക്കിങ്ങിലാണ് ഗൈസ്. അതാണ് ഗൈസ്, ഷെഫ് ഈസ് കുക്കിംഗ്. ഉള്ളികൾ വെട്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇതെന്താ ഉള്ളീൻ്റെ എന്തോ ആണ് ഗൈസ്. ഇതവിടെ വൻകിടമായിട്ട് ചിക്കനെ തിളച്ചുകൊണ്ടിരിക്കുന്നു, പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉള്ളി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നു. ഇവിടെ ഉള്ളിയും ചിക്കനും മാത്രമേ ഉള്ളല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത്, ആദ്യം ചിക്കൻ കറി ആവട്ടെ, ടേസ്റ്റ് ഒക്കെ ചെയ്ത് ഇനി എനിക്ക് എന്താ കൂട്ടുണ്ടെന്നുള്ളത് ഇതുവരെ തീരുമാനമായില്ല. തീരുമാനമാക്കിയിട്ട് സെറ്റാക്കിയിട്ട് ബാക്കി കാണിച്ചാണ് ഗൈസ്. ഉള്ളി മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യം ഷെഫിന് തീരെ പിടിച്ചില്ല. ഷെഫ് എന്തൊക്കെയൊക്കെ പെറുക്കി കൊണ്ടുവന്നിങ്ങനെ പണിയെടുക്കാനൊന്നും വീട്ടിനെ കിട്ടൂല. ഞാൻ ബ്ലോഗറാണ് ഗൈസ്. ഷെഫ് കോപിക്കപ്പെട്ടിരിക്കുകയാണ്. പോയി അരിഞ്ഞെടുത്തില്ല, തിന്നതല്ല എന്നാണ്. അരിഞ്ഞെടുക്കട്ടെ. ഇത്ര നേരം പണിയെടുത്തിട്ട് പിന്നെ തിന്നാൻ കിട്ടില്ലെങ്കിൽ ഗൈസ് വേറെ വഴിയില്ല ഗൈസ്. ഇത് അരിഞ്ഞു കൊടുത്തില്ലെങ്കിൽ തിന്നാൻ തരില്ല എന്നാണ് പറയുന്നത്. എല്ലാം ഉണ്ടോ എന്നെ ഇവിടെ ഇട്ട് ചാമ്പിയിട്ട് പോയി. അതും ഇതും പേരും പറഞ്ഞിട്ട് പുറത്തുപോയി. അവസാനം ഞാൻ മാത്രം അടുക്കളയിൽ കുടുങ്ങി. എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല, പുതിയ ലുക്ക് എങ്ങനെയുണ്ട്. ലുക്കൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയാണ്. പേടിക്കണ്ട, 1-2 ആഴ്ച കൊണ്ട് താടിയൊക്കെ തിരിച്ചു വരുന്നതായിരിക്കും. ഇത് അരിഞ്ഞു കൊടുക്കട്ടെ. ഇനി അരിഞ്ഞ് തീർത്തിട്ട് കൊണ്ട് അരിഞ്ഞിട്ടിട്ട് നല്ല ഇവിടുന്ന് കൂട്ടാവാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ അടുത്ത പ്ലേറ്റ് കൊണ്ടുവരും. ഇത് അരി പറഞ്ഞിട്ട് ശരിയാവില്ല. പണിയെടുക്കാൻ നമ്മളെ കിട്ടില്ല, ഞങ്ങൾക്കറിയാലോ. വെളുത്തുള്ളിയാണോ? വെളുത്തുള്ളി കാണുന്നുണ്ട് നിങ്ങളെ ഇതൊക്കെ. പെരിഞ്ചൂടാണ് ഗായ്സ്, പെരിഞ്ചൂട്. ഒന്നോ ഡൽഹിക്കൊക്കെ ആരെങ്കിലും ഇപ്പോൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിലേ ഒരു 2 മാസം കൂടി കഴിഞ്ഞോട്ടെ. ഈ ജൂലൈ പകുതി ആയിക്കോട്ടെ. ജൂലൈ പകുതി കഴിഞ്ഞിട്ട് കൊണ്ട് പോയി. അപ്പോഴത്തേക്ക് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ജൂലൈയും കഴിഞ്ഞോട്ടെ, അതാ വൃത്തി. ഏറ്റവും വൃത്തി ആഗസ്റ്റിലൊക്കെ നോക്കിയേ. അപ്പോൾ മഴ പെയ്യും. ഡൽഹി വൃത്തിയില്ലാണ്ടാവുമെങ്കിലും ചൂടുണ്ടാവില്ല. ആകട്ടെ മഴ ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി പിന്നെ 5 പൈസക്ക് പറ്റില്ല. ഒന്നും ഉള്ള വേസ്റ്റ് വെള്ളം അത് ഇതൊക്കെ കൂടി പൊന്തിയിട്ടുണ്ടല്ലോ. പറ്റപതാ കണ്ടോ പെർഫെക്ഷൻ പറ്റപതാണ്. അപ്പോൾ ഡൽഹിക്ക് നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ആഗസ്റ്റൊക്കെ ആയിക്കോട്ടെ. ഏറ്റവും പക്ക ടൈം പറയുന്നത് ഒരു ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ വൃത്തി ടൈമാണ്. അധികം തണുപ്പും ഉണ്ടാവില്ല, എന്നാൽ തണുപ്പ് തുടങ്ങിയതും ഉണ്ടാവും. ചളി വിളി അലമ്പൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ടൈമാണ് ഡൽഹിക്ക് ഇറങ്ങാൻ വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. അത് കഴിഞ്ഞ് ഡിസംബർ പകുതിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പാണ്ട് തുടങ്ങും. പിന്നെ തണുപ്പ് പോയി അവസാനം കഴിഞ്ഞ പ്രാവശ്യം എത്ര -0 ഡിഗ്രി വരെ എത്തി. ഇവിടെ 0 ഡിഗ്രി. ഗുർഗാണിലൊക്കെ മൈനസിലേക്ക് പോയി എന്നാണ് കേട്ടത്. അപ്പോൾ ജനുവരിയിലൊക്കെ പീക്ക് തണുപ്പാണ്. തണുപ്പ് പറ്റാത്തവർ ആ ടൈമിൽ വരാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഇവിടെ മഞ്ഞ് ചോദിച്ചാൽ മഞ്ഞൊന്നും പെയ്യൂല. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ആലിപ്പ എന്താണ് ഐസ് വീണുകളെ, അതായത് മഴ പെയ്തിട്ട് അത് ഐസും കട്ടായിട്ട് വീണിട്ട് കാറിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിരുന്നു. അങ്ങനെയൊക്കെ ആവും. അല്ലാണ്ട് മഞ്ഞ് വീണതൊന്നുമില്ല. മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഞങ്ങൾ ഹിമാചലിലേക്ക് ഉത്തരാഖണ്ഡിലേക്ക് വിടുക. അവിടെ കിട്ടും മഞ്ഞ്. കശ്മീരിനെക്കാട്ടും കുറച്ചും കൂടി ചീപ്പാണ് ഹിമാചലും ഉത്തരാഖണ്ഡൊക്കെ. നൈസാണ്. മഞ്ഞൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
അടുത്ത വിൻ്ററിന് നേരെ കയറുക, ഡൽഹി കറങ്ങുക, ഹിമാചൽ അല്ലെങ്കിൽ കശ്മീർ എവിടെയെങ്കിലുമൊക്കെ പിടിക്കുക. മൂടാവും. ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം, ഫസ്റ്റാണ്. ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതായിട്ട് മാറിക്കോളും. മഞ്ഞത്ത് കളിക്കാനുള്ള പക്ഷെ രസാട്ടോ, നൈസാണ്. ഇപ്പം ഡൽഹി കയറില്ല ഞങ്ങളാരും. ചൂട് ഒന്ന് അൺസൈക്കബിൾ. വിത്തൗട്ട് ഫാൻ ആൻഡ് എ സി പോസിബിളേ അല്ല. സെത്ത് പോവും. 40-50 ഡിഗ്രി എങ്ങാനും തോന്നുന്നത്. 40 സംതിങ് ഡിഗ്രിയാണ് ഇപ്പോൾ ഡൽഹിയിലെ ചൂട്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പ്ലേ ആവുന്നുണ്ട്, പക്ഷെ അടുക്കളയിൽ മാത്രം കേൾക്കുള്ളൂ. ഇങ്ങോട്ട് ഇങ്ങനെ ചെറുതായി കേൾക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത് വെട്ടി വൃത്തിയാക്കട്ടെ, എന്നിട്ട് കാണാം. ഗൈസ്, നമ്മളെ സഹായിക്കാൻ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് അമൃത. ഓരോ ടീംസ് വന്ന് തുടങ്ങി ഗൈസ്. അപ്പോൾ ചിക്കൻ കറി ആയിന്ന് കണ്ടപ്പോൾ ഓരോന്ന് വലിയ കയറി വരാൻ തുടങ്ങി. ഇതാ കണ്ടോ ഫിബിൻസ, അഖില. ഇവരെ നിങ്ങൾ ഈ വ്ളോഗിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 1-2 മാസമായിട്ട് ഇവർ ശ്വാസം മുട്ടി റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഗൈസ്. പുറത്തിറങ്ങാറില്ല. കണ്ടില്ലേ, ഞാൻ കാണിച്ചുതരാം. ഫെമിൻഷൻ്റെ പണ്ടത്തെ ഫോട്ടോ നമ്മുടെ സൈഡിൽ കൊടുക്കുക. ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടു നോക്കൂ, വെളുത്ത് തുടുത്ത്. കണ്ടില്ലേ, ഇതിൻ്റെ രഹസ്യം എന്താണ്? 2 മാസം റൂമിനുള്ളിൽ ഇരുന്നാൽ മതി. അപ്പൊ വെളുത്ത് തുടുത്തങ്ങോട്ട് വരും. നോക്കൂ ഗൈസ്, ഫെയർ ആൻഡ് ലവ്ലി ഒന്നല്ല, വേറെ രഹസ്യങ്ങളുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യൂ. പണിയെടുക്കണേ ഇരുന്നിട്ട്. ഇവിടെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക. എന്നിട്ട് ഇതാ തിന്നാൻ നേരത്ത് ചിക്കൻ കറി ആയി കണ്ടപ്പോ വലിച്ച് കയറിയിട്ട് ആയി ഒന്ന് ചോദിച്ചു വന്നിക്ക. ഇത് കണ്ടോ, ഇതൊക്കെ വെറും ഒരു നക്കാൻ വേണ്ടി വന്നിക്ക. പണിയെടുക്കണേ, പണിയെടുക്ക്. ജോലിയും കൂലി അല്ലേ, ആയിക്കോട്ടെ ഗൈസ്. ഇതേ അരിയാൻ നിന്ന് കണ്ടപ്പോ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഷെഫ് ഒച്ചിടുന്നത് കേട്ടു. വേഗം അരി തന്നില്ലെങ്കിൽ ഞാൻ പരിപാടി നിർത്തുന്നത്. അപ്പോൾ വേഗം അരിയട്ടെ, തീർക്കട്ടെ. വന്ന് കയറി ഇരുന്നില്ല. അതിന് മുമ്പ് ഇതാ തുടങ്ങി കുടുംബശ്രീ പരിപാടി. ഇത് കുടുംബശ്രീ പ്രസിഡന്റ്, ഇത് വൈസ് പ്രസിഡന്റ്, ഇത് മെമ്പർ. ഷെഫ് ദിസ് ഈസ് ബാഡ്. ഞാൻ ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വന്നപ്പോൾ എനിക്ക് തന്നില്ല. പക്ഷെ ഇപ്പൊ കേറി വന്നിട്ട് നിങ്ങൾക്ക് ഈ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. മോശം. ചിക്കൻ കാണിച്ചുതരാം. ചിക്കൻ ടേസ്റ്റ് മധുരം ഉണ്ടോ നോക്കട്ടെ. പക്ഷേ മധുരമല്ലേ, ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കഴിച്ച് നോക്കാം. റെഡിയാ, മസാല റെഡിയാ. നല്ല എരിവുണ്ട്, അടിപൊളി. അപ്പൊ ഞാൻ എന്താ കളിക്കുക. 2 ചട്ടിയാണ് ഗൈസ്. ഇൻഡക്ഷൻ കുക്കർ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ സ്റ്റിൽ ഗ്യാസ് കിട്ടാല്ല ഒടുക്കുന്ന വില, പെരുമലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ സ്റ്റിൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതൊക്കെ വെട്ടിത്തൊലിച്ച് ഇടാൻ വേണ്ടി അസിസ്റ്റൻസിനെ ഇറക്കിയിട്ടുണ്ട്. പണിയെടുക്കും, ഫേരലോലും തിരിച്ച് നടന്നാൽ പോരാ. പണിയെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, പുറലോകം കാണാത്തതിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. തൊലിച്ചു വെച്ചേ കൊണ്ടിട്ടുള്ള തൊലിക്കാത്തൊക്കെ തുറക്കുന്നുണ്ടാവും. ഗൈസ്, അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇഞ്ചിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇഞ്ചി മൊത്തം തൊലിക്കണതുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇഞ്ചി തൊലിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഈ കയ്യില് ഇഞ്ചി പിടിക്കുക. ഈ കയ്യില് കത്തി ഇങ്ങനെ പിടിക്കണം. ഇവിടെ ഇങ്ങനെ കത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഉണ്ടാവും. നമ്മളിതിങ്ങനെ നല്ല ഇങ്ങനെ ചുരണ്ടി ക്ലീൻ ആക്കിയതിന് ശേഷം ചുരണ്ടി കൊടുത്തിട്ട് ബാക്കി വീണ്ടെടുക്കാം. കട്ട്. എനിക്കിപ്പോൾ എന്താ കാണട്ടെ, എല്ലാവരും ഭാവി ബന്ധുവൊക്കെ കാണട്ടെ. പണിയെടുക്കാൻ അറിയാമെന്ന് മനസ്സിലാട്ടെ. ശരി പോലെ മേസിരി പോലെ
അപ്പൊ ഗായ്സ് ഇന്ന് മരിയന്റെ ബർത്ത്ഡേ ആണ്. മരിയന്റെ ബർത്ത്ഡേ വരുന്നത്. Happy birthday to you. Happy birthday to you. Happy birthday to you. മൈൻഡ് യുവർ വേർഡ്സ്. നാട്ടുകാർ കാണുന്നതാണ്. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മരിക്ക് സ്നേഹമുള്ളവർക്ക് മരി ആദ്യം കൊടുക്കുള്ളൂ. ബ്രോ ഞാനാ പറ്റിച്ച് ഇത് ശരിയല്ല. ഫേക്ക് ശരിയല്ല. മരിയനെ ഞാൻ തിന്നോ? ഗൈസ് സത്യം പറഞ്ഞ മരിയന്റെ ബർത്ത്ഡേ ഒന്നല്ല, പക്ഷെ മരിയ ഇവിടുന്ന് പോവാണ് നാളെ. നാട്ടിലേക്ക് പോവാണ് എക്സാം ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ നമ്മള് നേരത്തെ ആഘോഷിക്കുകയാണ്. ഓക്കെ, നല്ല കേക്ക് കേട്ടോ, അടിപൊളി കേക്ക്. ഗൈസ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മള് നേരത്തെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ചിക്കൻ കറി കാണിച്ചു തരാം. ചിക്കൻ കറി സെറ്റാണ്. ചിക്കൻ കറി ചിക്കൻ കറി റെഡിയാണ് ഗൈസ്. ഏതാ മണം, ഒരു രക്ഷയില്ല, കിട്ടാങ്കാശി മണം. ഏക്കുള്ള റൊട്ടി, തന്തൂർ റൊട്ടി റെഡി, ബ്രെഡ് റെഡി, റുമാൽ റൊട്ടി റെഡി, എല്ലാം റെഡി. മരണം മരണം മണം, മണ്ണാ സഹിക്കാൻ വയ്യ. അടുക്കള ഫുള്ള് ചിക്കൻ കറിയാണ് മണത്തുകൊണ്ടിരുന്നത്. ഇതും കൂടി തിന്നിട്ട് മക്കളെ വേൾഡ് കപ്പ് തുടങ്ങിയാണെന്ന്. ഓ ഓ ഓ ഇന്നത്തെ ദിവസം കിട്ടിയില്ല. സ്റ്റാർട്ടിങ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് 12:30 കളി തുടങ്ങും. ആ കളി കൂടിയാണ് ഇട്ടിട്ട് ഓപ്പണിംഗ് സെറമണി കണ്ട് നമ്മളൊരു മൂഡ് പിടിക്കുന്നു. മരണം മരണം. എടാ എനിക്ക് കിട്ടിയോളാ കേക്ക്. കേക്കുണ്ടോ? ഒളിക്കോ ആസിമേ? ചെറുതാക്കി മുറിച്ച് ചെറുതാക്കി. ആരടി ഉണ്ടാക്കരുത്, കച്ചറ ഉണ്ടാക്കരുത്, എല്ലാവർക്കും തരും. ഗൈസ് ഇത് തിന്നട തിന്നേണ്ടി വരാം, ഇല്ലെങ്കിലേ ഒന്നും കിട്ടൂല. ഗൈസ് അപ്പോ ഫുഡ് പരിപാടി കാര്യങ്ങളൊക്കെ ഓണാക്കിയിരിക്കുകയാണ്. എല്ലാരും ഇതാ കുത്തിയിരിക്കുന്നു. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാരും. പാത്രം പിടിച്ചിട്ട് കട്ട വെയിറ്റിംഗ് ഗൈസ്. ഗൈസ് ചിക്കൻ കറി എടുത്തരാ. ചിക്കൻ കറി നോക്കൂ ഗൈസ്, ഏതാ നോക്കിയാ. അപ്പോ ഇനി ഞാനാണ് വിളമ്പണത് എല്ലാവർക്കും. അപ്പൊ ആദ്യത്തെ പാത്രം വന്നിരിക്കുകയാണ്. ചിക്കൻ കറി വിളമ്പാം. എന്ത് പീസ വേണ്ടേ? ബോൺലെസ് അല്ലേ? ഓക്കെ, ഫസ്റ്റ് പ്ലേറ്റിൽ നല്ല ഇളക്കി. ബോൺലെസ് പീസാണ് ഫസ്റ്റ് ഇതില്. എന്തത് ചന്തേ ഐസ്. നോയിസ് ക്യാൻസലേഷൻ ആണ്, പക്ഷേ വോയിസ് കേൾക്കും. ഓക്കെ, സവാരി കറി മതിയോ? മിൻഷക്കൂരി കഷ്ണം ഒരു ചാറുവാ, ആയിക്കോട്ടെ. ഓക്കെ, ഇതാരതാ ഇതെന്താ? ഒന്നും പറ്റില്ല. താസ്മീന് മാത്രമാണത്. താസ്മീൻ എങ്ങനെ വേണ്ടത്? പീസ് കൂട്ടി ചാറ് കൂട്ടി മൊത്തം ഇങ്ങോട്ട് തന്നാലോ? അല്ല, രണ്ട് പീസ് തരും. എല്ലാവർക്കും ഇട്ടൊരു പീസ് വരും. എത്ര പീസ് ഉണ്ടാവും നോക്കണം. അടുത്ത പ്ലേറ്റ് ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട് രശ്മി? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? എല്ലാ വീഡിയോയിലും ഫുഡ് എങ്ങനെയുണ്ട്? ഇവിടെ പിങ്ക് കളർ ഷർട്ട് ഇട്ട കുട്ടി ഷെഫ്. ഗൈസ്
ഇപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് കാണാം. തിന്നട്ടെ, നല്ല ഇഷ്ടമുണ്ട്. ഗൈസ് ഞങ്ങൾ തിരിച്ചു വന്നു. നേരത്തെ ഞങ്ങൾ വ്ളോഗ് എടുത്തത് എന്നിട്ട് മൈക്കില്ലാഞ്ഞിട്ടായിരുന്നു. നമ്മുടെ അച്ഛനമ്മ നമുക്കങ്ങനെ കനിഞ്ഞ് നമുക്ക് മൈക്കൊക്കെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും കൈ കഴുകാൻ വന്നപ്പോൾ വെള്ളം കഴിഞ്ഞ് നല്ല ഭാഗ്യം ഞങ്ങൾക്ക്. എന്തേടി ഇല്ലില്ല, നമ്മള് നല്ല ഭാഗങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ. അതെ, അവിടെ നമ്മുടെ മെയിൻ വ്ളോഗർ കണ്ടില്ലേ എന്താണ് വാഷിംഗ് മെഷീൻ ഒക്കെ ഇട്ടാണ് ചൊറിയാണ്. അച്ഛർ കുളിച്ചിട്ട് 2 ദിവസം കഴിക്കണം, അതുകൊണ്ട് നല്ല ചൊറിച്ചിലാണ് തോന്നുന്നു, ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അതെ, അഖില കൈ കഴുകുന്നു. വ്ളോഗിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല വെള്ളം, വെള്ളത്തിന്റെ സ്പീഡ് കാരണം പെട്ടെന്ന് കൈ കഴുകിട്ട് പോയി. അതെ, നമ്മുടെ ആംഗ്രോടി ആംഗ്രി ഓടി പ്ലസ് എല്ലാം കൂടെ കൂടി എനിക്ക് കരച്ചിൽ കരയുന്നവള് കണ്ടു. സ്വന്തം ഫുഡ് കഴിച്ച് ഞാൻ തന്നെ കരച്ചില് ഒക്കെ തോന്നുന്നത് ഇതൊക്കെ കട്ടായി പോകുന്നുട്ടോ. എങ്ങനെ പോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, സത്യമായിട്ടും എങ്ങനെ പോകും. ഓ ഗൈസ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാരിയവും എന്താലീനിയും ഇവിടെ പറഞ്ഞു പോവുകയാണ് കേരളത്തിലോട്ട്, പരലോകത്തിലോട്ടല്ല കേരളത്തോട്ട്. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടാണ് തെങ്ങഞ്ഞി കയറി വരാൻ പോകുന്നത്. നാട്ടിൽപ്പടി ഞാൻ പോവും, പക്ഷെ ഇവരെ കാണത്തില്ല ഇനി. അല്ല, 1 മാസം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. എടി ഞാൻ വരുമല്ലോ, എടി ഞാനും മരിയും വരുമല്ലോ. വിറ്റങ്ങളെ ബാക്കിയെല്ലാം കാണില്ലല്ലോ. ഇവിടെ അജു ഇവിടെ കുറെ നേരം കുന്തം ഭയങ്കര നിൽക്കണ്. എന്തെങ്കിലും പറയാനുണ്ടോ അജു? എന്താണ് അവസ്ഥ? നിപ്പിലെ എന്തോ ഉണ്ട്, എന്തോ ഒരു വശപശൊക്കെ പിടിച്ച അവസ്ഥ. വാളവിടെ വാഷിംഗ് മെഷീനിൽ നിന്ന് വെള്ളം ഊറ്റാണ് കണ്ടോ. ഇത്രയും നന്മയുള്ള ലോകം, നന്മയുള്ള കേരളം. ഓ, കൈ കഴുകാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് വെള്ളം ഊറ്റിക്കൊണ്ട് നന്മയായ നമ്മുടെ അജു. എടാ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ശബ്ദം വരുന്നിട്ടാ. നമ്മളിവിടെ കാപ്പി ഒരു ചെമ്പിലാണ് വെച്ചിട്ടുള്ളത്, അത് കാണിക്കാൻ പറ്റില്ല, കാണിച്ചിട്ടുണ്ടെങ്കിൽ തല്ലും. അപ്പോൾ ഇവിടെ ചെമ്പിൽ നമ്മൾ കാപ്പി വെച്ചിട്ടുണ്ട്. അതിൽ ഇനി വെള്ളം തിളക്കാൻ വെയിറ്റ് ചെയ്യാണ്. വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മൈക്ക് വരുവോ? ഇറങ്ങി പോവോ? വന്നില്ലെങ്കിൽ ശരിയല്ല കേട്ടോ. ഞാൻ കമന്റ് ബോക്സ് കത്തിക്കും, അങ്ങനെ കത്തട്ടെ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ദമ്മായി നിൽക്കുകയാണ്. അടിച്ച് ദമ്മായി കിട്ടിയില്ല ചിക്കൻ കറി, ഒരു രക്ഷയല്ല. റേറ്റിങ്ങിനെ നൈസ്. നമ്മളിനി ഫുഡ് കഴിയും പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്താ അറിയില്ല, നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോഴുള്ള പരിപാടിയാണ് കാപ്പി കുടി. ആ കാപ്പി കണ്ട് കിട്ടിയില്ലെങ്കിൽ ഒരു ഹരം കിട്ടൂല. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ പരിപാടിയാണ് കാപ്പി കുടിക്കൽ. അപ്പോൾ നല്ല കിണ്ണം കാച്ചിതാ. ആശീർവാദിൻ്റെ പരസ്യമല്ല സംഭവം, ആശീർവാദിൻ്റെ കുപ്പിയിലിട്ട് വെച്ചിട്ടാണ് നല്ല വയനാടൻ കാപ്പിപ്പൊടി. രക്ഷയില്ല, രക്ഷയില്ല. അത് ബ്രൂവിൻ്റെ ടേസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് കോഫി ബ്രൂവിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഇതിനുണ്ടല്ലോ, ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, ഒരു ഫീലാണ്. കാപ്പീൻ്റെ ഒരു കുത്തില്ലേ, അത് നമുക്കിങ്ങനെ പക്കയായിട്ട് അറിയാം ആ ഒരു ടേസ്റ്റിൽ. നല്ല കിട്ടില്ല കാപ്പിയാണ്. 2 സ്പൂണും ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് ഒരു എക്സ്ട്രാ മധുരം വേണം. നോർമൽ മധുരം ആയി കഴിഞ്ഞാൽ ഇതിന് ഫീൽ കിട്ടില്ല. എക്സ്ട്രാ മധുരത്തിൽ സാധനം ഇട്ടിട്ട് അങ്ങനെ പിടിപ്പിച്ചാണല്ലോ, രക്ഷയില്ല. ഇരുന്നിരിപ്പിന് 3-4 കപ്പ് കാപ്പി കുടിക്കാം. റക്സല്ല. ഷെബുട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. ഷെബുട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? നല്ല ഫുഡ്, നല്ല ഭക്ഷണം, ദമ്മായി ഗൈസ്. നമ്മൾ കാപ്പി ഉണ്ടാക്കുന്ന പാത്രം കാണിച്ചു തരാം. അടുക്കള കാണിക്കാൻ പറ്റില്ല, പക്ഷേ പാത്രം മാത്രം വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് കേട്ടോ, ഈ പാത്രത്തിലാണ് നമ്മൾ കാപ്പി ഉണ്ടാക്കുന്നത്. ആറൊന്നും കൊണ്ടല്ല, ഇവിടെ 10-50 ആൾക്കാരുണ്ട്. ഈ 10-50 ആൾക്കാർക്ക് ചെമ്പട്ടിയൊന്നും ഇല്ല അവിടെ. ബിരിയാണി ചെമ്പിലെങ്ങാനും വെക്കേണ്ടിയിരിക്കുക ചായ കാപ്പി, അല്ലാണ്ട് തികയൂല അവിടെ. അപ്പോൾ ഉള്ള വലിയ പാത്രത്തിൽ നമ്മൾ കാപ്പി വെക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ കാപ്പി വെക്കാൻ പറഞ്ഞപ്പോൾ മെല്ലെ സംസാരമില്ല എന്ന് പറഞ്ഞിട്ട് ഒയിന് മാറാനുള്ള പരിപാടി ചെയ്യും. പക്ഷേ ഒരിക്കലും ഒരു ഗുണവും ഒരു ഉപകാരം ചെയ്യാത്ത താസിബ്
കറക്റ്റ് ആ സമയത്ത് പോയിട്ട് നേരത്തെ പോയിട്ട് പഞ്ചസാരയൊക്കെ വാങ്ങിക്കോണമെന്ന് വെച്ചിങ്ങനെ. ഞാനിത് പറഞ്ഞ് എടുത്തിട്ടപ്പോഴത്തേനോ ചാടി കയറി ഞാൻ പഞ്ചസാര വാങ്ങി വെച്ചിക്കണേ, അവളെ അടുക്കളയിൽ പഞ്ചസാര ഉണ്ട്, പോയി പഞ്ചസാര എടുത്തു. അതിലാകെ മൂഞ്ചി കാപ്പി ഇടേണ്ട അവസ്ഥയിലാണ് ഗൈസ്. കാപ്പി ഇടട്ടെ ഗൈസ്. അടുക്കളയിൽ നിൽക്കാനാവുന്നില്ല, അമ്മാരി ചൂട്, പെരിഞ്ചായി ചൂട്, അമ്മാരി ചൂടാണ്, അൺസൈക്കബിൾ ചൂടാണ് അടുക്കളയിലൊക്കെ. ആവുന്നില്ല നിൽക്കാൻ. രാത്രി സമയം എത്ര കഴിച്ചിട്ടാ, രാത്രി ആയിട്ടും ഒരു തണുപ്പ് വരുന്നില്ല, എമ്മാരി ചൂടറിയും. പക്ഷേ ഒരു മഴ പെയ്തുകൊണ്ട് പൊതുവേ ഉള്ള ചൂടിനെക്കാട്ടും കുറച്ച് ചൂട് കുറവുണ്ട്, കുറച്ചൊരു ഓക്കെ വൈബ് ചൂടാണ്. എന്നാലും അല്ലെങ്കിൽ ഒടുക്കത്തെ ചൂട്, അൺസൈക്കബിൾ ചൂടാണ്. ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. തിളക്കുന്നുണ്ട്, നല്ല ഗുളു 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 തിളക്കുന്നുണ്ട്. സ്പൂണൊക്കെ എവിടെ? ഈ അടുക്കളയിൽ നിന്ന് ഒരു സാധനം കണ്ടുപിടിക്കണമെങ്കിൽ ട്രഷർ കണ്ടുപിടിക്കണ അറിയാവുള്ളത്, എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ. ദേവ്ജി ഇങ്ങോട്ട് വരൂ, ക്യാമറയിലേക്ക് വരൂ. രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോകൂ. ഇതെന്താ നീ കുടിക്കണേ? ഗൈസ് സബാന് നല്ല കൊരയാണ് ഗൈസ്, എനിക്കുണ്ട്. പക്ഷേ ഞാൻ മരുന്ന് കുടിക്കാണ്ട് മാറ്റാനുള്ള പരിപാടിയിലാണ്. ഇതെന്താ കഫ് സിറപ്പോ? ഗൈസ് കഫ് സിറപ്പാണ് സബാൻ കുടിക്കുന്നത്, വേറെ ഒന്നുമല്ല, ആരും പഠിക്കരുത്. ഡെക്സ്ട്രോമോർഫൻ ഹൈഡ്രോക്രോമൈഡ് ഫീനൽ ഫ്രെയിൻ ഹൈഡ്രോക്ലോറൈഡ് ക്ലോറോഫെനൈൻ മെലറ്റിൻ സിറപ്പ്. നിങ്ങളെന്നെ വായിച്ചോളി. അയ്യോ എനിക്ക് ചുമയുണ്ട് ഗൈസ്. എന്താണിത്, ഒരു ഊള ഇൻഡക്ഷൻ കുക്കറും ചെമ്പട്ടി പോലെ വെള്ളമുണ്ട്. ഇന്നെങ്ങാനാവും കണ്ട ഗൈസ്, നേരത്തെ ഒലിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡൽഹിക്കൊന്നും കയറില്ലായിരുന്നു ഈ സമയത്തൊന്നും. പെരുംചൂട്. വെള്ളം ഇതാ ഏകദേശം തിളച്ചു, സെറ്റായിക്കണം. അടുക്കളൻ്റെ കോലങ്ങൾ നോക്കരുത്, ഇത് ഒരു ബാച്ചിലേഴ്സിൻ്റെ റൂമാണ്. സോ ബാച്ചിലേഴ്സിൻ്റെ റൂമായതുകൊണ്ട് തന്നെ അടുക്കളൻ്റെ കോലങ്ങൾ നോക്കരുത്. അടുക്കള പറ്റ അബദ്ധമായിരിക്കും, ഇതൊക്കെ അറിയാലോ. ഇതൊക്കെ തന്നെയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി തിളച്ചതിന് ശേഷം നമ്മളിങ്ങനെ കാപ്പി ഉണ്ടാക്കണമെന്ന് വെച്ച് പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മൾ ഒരു അടിപൊളി കാപ്പി ഉണ്ടാക്കണേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇതേമാതിരത്തെ ഒരു കിണ്ണം കാച്ചി കാപ്പിപ്പൊടി ഞാൻ റെക്കമെൻഡ് ചെയ്യുക. നല്ല വയനാടൻ കാപ്പിപ്പൊടി. അതായത് എവിടുന്ന് വാങ്ങേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൈസസ് ഒക്കെ വെക്കുന്ന കടകളിലെ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ലോക്കാലിറ്റിയിൽ നിന്ന് നമ്മൾ വയനാട്ടുകാരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവിടെ കുറച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം നല്ല കാപ്പിപ്പൊടിയുടെ ഇട്ടാൽ. വയനാട് മാത്രമല്ല വേറെ സ്ഥലങ്ങളിലും കിട്ടും നല്ല കിട്ടിലും കാപ്പിപ്പൊടികൾ. പക്ഷേ ഞാനൊരു വയനാട്ടുകാരനായതുകൊണ്ട് ഞാൻ വയനാടിനെ പറ്റി പറയുന്നു, അത്രേ ഉള്ളൂ. ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് കുടിച്ചുകൊള്ളു വെച്ചാൽ ഇല്ല. ഇത് ഞാൻ ഡൽഹിക്ക് വരുന്ന സമയത്ത് ഉമ്മ കൊടുത്തിട്ട സാധനം. പക്ഷെ ഫസ്റ്റ് സാധനം കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇല്ലാണ്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇത് എത്ര പാക്കറ്റ് 4-5 പാക്കറ്റ് കൊണ്ടുവന്ന് കൊണ്ടേക്കും. ഇതിപ്പോൾ ലാസ്റ്റ് പൊട്ടിച്ച പാക്കറ്റ് എടുത്തിട്ടിട്ട് അധികം ആയില്ല. ചെറിയ പാക്കറ്റ് പൊട്ടിച്ചാൽ തന്നെ ഇഷ്ടം പോലെ കുറേ കാലം ഓടാനുള്ള കിട്ടും. നല്ല കാപ്പിപ്പൊടി നടക്കും. നല്ല കാപ്പിപ്പൊടീൻ്റെ മണമായി നൈസ് ചെയ്തു. എന്നിട്ട് നല്ലൊരു കാപ്പിപ്പൊടി ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതാണ് ഫസ്റ്റ് പരിപാടി. അതാണ് നല്ല കിടിലൻ കാപ്പിപ്പൊടി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കാപ്പിപ്പൊടി സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ പഞ്ചസാര മസ്റ്റാണ്. ഷുഗർ ഉള്ളവരോടൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചസാര ഇല്ലാണ്ടൊരു കാപ്പി അടിപൊളിയാക്കാൻ കൈ ഒഴിച്ച് കഴിഞ്ഞാൽ കയ്പ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഓക്കെ, അല്ലാത്തവർക്ക് നടക്കൂല. നല്ല പഞ്ചസാര. നമ്മൾ ഡൽഹിയിലത്തെ പഞ്ചസാര കാണിച്ചു തരാം.
കണ്ടോ നെല്ലീത്ത പഞ്ചസാര കണ്ടാൽ കൽക്കണ്ടം പോലെ ഉണ്ടാവും. വലിപ്പം കണ്ടങ്ങൾ ഇത് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. കൽക്കണ്ടവും പഞ്ചസാര തിരിച്ചറിയാൻ കഴിയില്ല. അവിടെ കൽക്കണ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടൂലേ അതുമാതിരത്തെ കൽക്കണ്ടം പോലത്തെ പഞ്ചസാരയാണ് തോന്നുന്നത്. എന്നിട്ട് ആ പഞ്ചസാര കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാര വേണം, കാപ്പിപ്പൊടി വേണം, പിന്നെ അതേമാതിരി ചായപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ പഞ്ചസാരയും കാപ്പിപ്പൊടിയും കിട്ടുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ വെള്ളം ഏകദേശം ഒരു സെറ്റപ്പിൽ തിളച്ച് കഴിഞ്ഞ് കുമ്പള വന്നു തുടങ്ങി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര സ്പൂൺ ഇവിടെ ഉണ്ട്, പക്ഷേ സ്പൂണ് കഴുകി വൃത്തിയാക്കി എടുക്കാനുള്ള മടി കൊണ്ട് കയ്യിലെടുത്തിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇല്ല പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു നല്ലോണം. അത്യാവശ്യം കട്ടക്കട്ടെ. ആ പഞ്ചസാര ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ ശരിക്കും സ്പൂൺ വേണം. അവിടെ സ്ഥിരമായി പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നതുകൊണ്ട് ഈ സ്പൂണ് ഇഷ്ടംപോലെ ഉണ്ട്. ആയിട്ടൊന്ന് വെള്ളം ഇളക്കി കൊടുക്കുക. അതാകുമ്പോൾ ഒരു ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞാൽ കഴുകി വൃത്തിയാക്കാൻ പറ്റാൻ പറ്റും. പക്ഷേ ഇതൊരിക്കലും ഞാൻ റെക്കമെൻഡ് വളഞ്ഞ് കഴിച്ചല്ലോ. ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പറയാൻ വന്നത്. സ്പൂണ് വളഞ്ഞ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാൽ പിന്നെ പ്ലാസ്റ്റിക് വളയൂല. ഇതിലേക്ക് എന്താ വേണ്ട വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി നല്ല വയനാടൻ സ്പെഷ്യൽ കാപ്പിപ്പൊടി, കിണ്ണങ്കാച്ചി സൂപ്പർ ഡ്യൂപ്പർ കാപ്പിപ്പൊടി ഗൈസ്. അൺസൈക്കബിൾ ചൂട് പറഞ്ഞാൽ പറ്റില്ല. നാട്ടിലൊക്കെ നല്ല കിട്ടിയില്ല, മഴയെന്നല്ല കേട്ടെ. ഇവിടെ പെരുംചൂട്. ഇതൊന്നും തിളച്ചിന്ന് നമുക്ക് ഈ കാപ്പിപ്പൊടി ഇട്ട് രാത്രി പോയി AC-ലിരിക്കുന്നു. അപ്പോൾ ചൂടും കൊണ്ട് നിൽക്കേണ്ട അവസ്ഥ. പഞ്ചസാര അധികം തിന്നരുത് ഗൈസ്. അല്ല തിളക്കണില്ല, തിളച്ചിട്ട് കാണാം ഗൈസ്. ഇത്രേ തിളക്കുള്ളൂ തോന്നണേ. കുമ്പള മറ്റേ ചായപാത്രത്തിൽ വെച്ചിട്ടാണ് ഈ വളവളാതെ തിളക്കണില്ല. എന്തുകൊണ്ടെന്നറിയില്ല, ബട്ട് ഏകദേശം ഇത്ര തിളച്ചിക്കണേ. ഈ ഒരു തിളപ്പിൽ നമ്മൾ ബാക്കി പരിപാടികൾ സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ ചായ എങ്ങനെ വെക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ അല്ല, കാപ്പി. പഞ്ചസാര ഓൾറെഡി ഇട്ടതാണ്. പഞ്ചസാര ഇട്ട് കാപ്പിപ്പൊടി അതിലേക്ക്, അതായത് ഇത്രയല്ല നമ്മൾ നോക്കേണ്ടത്. കുറച്ചും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ തിളക്കുക വെച്ച് കഴിഞ്ഞാൽ ചായപാത്രത്തിലാണെങ്കിൽ ഇത് ഗുളു കാസിം വന്നു നൈസ് ഗുളു തിളച്ച് വരുന്നു. അപ്പോൾ ഇതിന് എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കാപ്പിപ്പൊടി ഇടുക. ഫസ്റ്റ് പരിപാടി ഏതാണ്? കാപ്പിപ്പൊടി. ഞാൻ പറഞ്ഞു, സ്പെഷ്യലായിട്ട് പറഞ്ഞു, കാപ്പി അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കിടിലം കാപ്പിപ്പൊടിയാണ്. നല്ല കാപ്പിപ്പൊടി എടുത്തിട്ട് ഇടുക. 1 സ്പൂൺ ഇടുക, 2 സ്പൂൺ ഇടുക, 3 സ്പൂൺ ഇടുക. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര വെള്ളമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സ് മതി എന്ന് പറയുമ്പോൾ ആണ് നിർത്തുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂൺ എടുക്കുക. സ്പൂൺ കണ്ടുപിടിച്ചിട്ട് സ്പൂൺ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സ്പൂൺ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം കാപ്പി എന്താ കഷായം പോലെ ആയിട്ടുണ്ട് ഗൈസ്. സ്പൂൺ എടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കുക. നമ്മളെ മറ്റേ ചായപാത്രം ആണെങ്കിൽ നല്ല കുളുകുളും തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അതല്ലാതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം എല്ലായിടത്തും എത്താൻ മിക്സ് ആകാൻ വേണ്ടിയിട്ട് സെറ്റായി കൊടുക്കുക. ഓക്കെ. എന്നിട്ട് അതിന് ശേഷം സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത ശേഷം ഇതാ കണ്ടോ, ഗ്ലാസ്സുകളൊക്കെ തയ്യാറായി റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം സപ്ലൈ ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, കാപ്പി റെഡി ആയിക്കണേ. ഇനി കാപ്പി കൊണ്ടുപോയി എല്ലാം കൊടുത്തിട്ട് വരാം. കൂടുതൽ
കാപ്പിയൊക്കെ കൊടുത്ത് കുടിച്ചിട്ട് സെറ്റാക്കട്ടെ. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ വരാം, കൊടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് നല്ല കിണ്ണകാച്ചി കാപ്പി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളി കാപ്പി. എങ്ങനെയുണ്ട് കാപ്പി? നല്ല കാപ്പി ഗൈസ്. സ്വന്തം തൊള്ള കാണിക്കാൻ വേണ്ടി വ്ളോഗ് എടുക്കണേ. പിന്നെ എന്റെ വ്ളോഗിൽ ഞാൻ ഇന്നല്ലാണ്ട് വേറെ കാണിക്കണ്ടേ? എന്റെ വ്ളോഗിൽ ഞാൻ എന്നല്ലേ കാണിക്കണ്ടേ? പിന്നെ നാട്ടുകാരെ കാണിക്കണം. അപ്പൊ ഗൈസ് ഇത്രയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു വ്ളോഗ് ആയിട്ട് കാണാം. ബൈ.